ഷാർജ ഇന്ത്യൻ സ്കൂളിൽ 17-കാരിയായ മലയാളി പെൺകുട്ടിയുടെ മരണം സൃഷ്ടിച്ച ഞെട്ടലിലാണ് സ്കൂൾ അധികൃതരും അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കമുള്ളവർ. കേരളത്തിൽ നിന്നുള്ള ഐഷ മറിയം എന്ന 11ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കാർഡിയാക് അറസ്റ്റിനെ തുടർന്ന് പെട്ടെന്ന് മരണമടഞ്ഞത്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച പെട്ടെന്ന് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ട പെൺകുട്ടിയെ ഉടൻ തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപേ മരണം സംഭവിച്ചിരുന്നതായി ഡോക്ടർമാർ അറിയിച്ചു. അക്കാദമിക് തലങ്ങളിലും മറ്റും മികച്ച പെർഫോമൻസ് ഉണ്ടായിരുന്ന ഐഷ എല്ലാവരോടും നന്നായി പെരുമാറുന്ന കുട്ടിയായിരുന്നുവെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ പ്രമോദ് മഹാജൻ ഓർക്കുന്നു. ഐഷയുടെ മരണം വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് അധ്യാപകരും പറയുന്നു. മികച്ച ആർട്ടിസ്റ്റായിരുന്ന ഐഷ ഫുട്ബോൾ അടക്കമുള്ള കായിക ഇനങ്ങളിൽ പ്രത്യേക താൽപ്പര്യമുള്ള വ്യക്തിയായിരുന്നു. ഡിസംബർ 9-ന് 17ാം പിറന്നാൾ ആഘോഷിച്ച് ഏതാനും ആഴ്ചകൾ കഴിയുന്നതിന് മുൻപേയാണ് മരണം ഐഷയെ തേടിയെത്തിയത്. പ്രത്യേക ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതിരുന്ന ഐഷ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നുവെന്നും ബന്ധുക്കളും സുഹൃത്തുക്കളും ഓർക്കുന്നു. പാപ്പിനിശ്ശേരി കോട്ടൺസ് റോഡ് KK പള്ളിക്ക് സമീപം മുഹമ്മദ് സൈഫിൻ്റെയും ഇരിണാവ് പയ്യട്ടം സ്വദേശി വെണ്ടേക്കൻ റുബിന സൈഫിൻ്റെയും മകളാണ് 17-കാരിയായ ഐഷ മറിയം. സഹോദരങ്ങൾ അബ്ദുള്ള, നഫീസ എന്നിവരാണ്. മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ അറിയിച്ചു. മികച്ച ആരോഗ്യം പുലർത്തിയിരുന്ന, ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമില്ലാതിരുന്ന 17-കാരി ഹൃദയാഘാതത്തെ തുടർന്ന് നിര്യാതയായ സംഭവത്തിന്റെ ഞെട്ടലിൽ നിന്ന് വിമുക്തരാകാൻ ഇതുവരെ കഴിയുന്നില്ല സുഹൃത്തുക്കൾക്കും അധ്യാപകർക്കും ബന്ധുക്കൾക്കും.